ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ബയോകെമിസ്ട്രിയിൽ തന്നെ PYQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് പാർട്ട് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അധികം നേരം കളയേണ്ട, വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് സ്ലൈഡിൽ തന്നിരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ദ റൊമാൻസ് പർപ്പിൾ ഓർ ബ്ലൂ കോംപ്ലെക്സ് ഫോംഡ് ഇൻ ദ നിൻഹൈഡ്രൻ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻസ്: പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ, fluorescent labeling of protein, quantitative estimation of amino acid, oxidation of amino acid. എന്താ ചോദിച്ചിരിക്കുന്നത്? റൊമാൻസ് പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ കോംപ്ലെക്സ് ഫോംഡ് ഇൻ ദ നിൻഹൈഡ്രിൻ റിയാക്ഷൻ അല്ലേ, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ്. നിൻഹൈഡ്രിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈസ് എ ക്ലാസിക്കൽ കെമിക്കൽ ടെസ്റ്റ് ഫോർ അമിനോ ആസിഡ്. അമിനോ ആസിഡ്സിൻ്റെ ഒരു ക്ലാസിക്കൽ കെമിക്കൽ ടെസ്റ്റാണ് നിൻഹൈഡ്രിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. വെൻ ഫ്രീ അമിനോ ആസിഡ് റിയാക്ട് വിത്ത് നിൻഹൈഡ്രിൻ, ആരൊക്കെയാണ്? അമിനോ ആസിഡും നിൻഹൈഡ്രിനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഡീപ്പ് ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലൂ കളേർഡ് കോംപ്ലെക്സ് അവിടെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൊമാൻസ് ആപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നിൻഹൈഡ്രിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിക്കൽ കെമിക്കൽ ടെസ്റ്റ് ഫോർ അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡും നിൻഹൈഡ്രിനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്ലൂ കളറുള്ള അല്ലെങ്കിൽ ഡീപ്പ് പർപ്പിൾ കളർ ഓർ ബ്ലൂ കളേർഡ് കോംപ്ലെക്സ് ഫോം ചെയ്യും. അതിനെ റൊമാൻസ് പർപ്പിൾ എന്ന് പറയും. ഈ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം അമിനോ ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട് അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് കളർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ് പ്രസൻറ്റ്, മേക്കിംഗ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ ഈ അമിനോ ആസിഡിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷനെ നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പോൾ അതിലെത്രത്തോളം വേണം അതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ കളറിലും അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലൊക്കെ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം വരും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായാലും ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ്. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ശരിക്കും ഇങ്ങനെ ഒരു നിൻഹൈഡ്രനുമായിട്ട് റിലേറ്റ് ചെയ്തതേ അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. Which of the following amino acid produce a yellow complex instead of blue ninhydrin? Options: glycine and alanine, proline and hydroxyproline, lysine and arginine, phenylalanine and tyrosine. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒരു ബ്ലൂ കളേർഡ് കോംപ്ലെക്സ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഏത് അമിനോ ആസിഡ് ആണോ യെല്ലോ കളേർഡ് കോംപ്ലെക്സ് ഫോം ചെയ്യുന്നത്, നിൻഹൈഡ്രനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ കളേർഡ് കോംപ്ലെക്സ് ഫോം ചെയ്യുന്നത് ആരാണ്? നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ പ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സി പ്രോലിൻ ആണ്. ബാക്കിയുള്ളവരൊക്കെ ബ്ലൂ കളേർഡ് കോംപ്ലെക്സ് ആണ് തരുന്നത്. നിൻഹൈഡ്രിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് യൂസ് ടു ഡിറ്റക്ട് അമിനോ ആസിഡ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. മോസ്റ്റ് അമിനോ ആസിഡ് റിയാക്ട് വിത്ത് നിൻഹൈഡ്രിൻ ടു ഗീവ് ഡീപ്പ് ബ്ലൂ ഓർ പർപ്പിൾ റൊമാൻസ് പർപ്പിൾ കളർ. ഇവിടെ എക്സെപ്ഷൻ ആയിട്ടുള്ളത് പ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സി പ്രോലിൻ. ഇത് രണ്ട് ഇമ്യൂണോ ആസിഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് എ സെക്കൻഡറി അമീൻ ഇൻസ്റ്റെഡ് ഓഫ് പ്രൈമറി അമീൻ അല്ലേ. ഈ പ്രൈമറി അമീനും സെക്കൻഡറി അമീൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇത് ഇമ്യൂണോ ആസിഡ് ആണ്. ഇവിടെ പ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സി പ്രോലിൻ എന്ന് പറയുന്നത് ഇമ്യൂണോ ആസിഡ്സ് ആണ്. അതായത് അവർക്ക് ഒരു സെക്കൻഡറി അമീനാണ്, പ്രൈമറി അമീനല്ല. അത് NH2-ൻ്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ പ്രൈമറിയും സെക്കൻഡറി ഒക്കെ പറയുന്നത്. When these react with ninhydrin, they produce a yellow colored complex instead of the usual blue purple. അപ്പോൾ എല്ലാ കേസിലും ബ്ലൂ പർപ്പിൾ കളറാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു കേസിൽ യെല്ലോ കളേർഡ് കോംപ്ലെക്സ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെയുള്ള ഗ്ലൈസിൻ, അലാനിൻ, ലൈസിൻ, ആർജിനിൻ, ഫിനൈൽ അലാനിൻ, ടൈറോസിൻ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അതെല്ലാം തന്നെ എന്താണ്? ബ്ലൂ കളേർഡ് ആണ് ഫോം ചെയ്യുന്നത്. ഇത് മാത്രമാണ് യെല്ലോ കളേർഡ് ഫോം ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മില്ലോൺസ് ടെസ്റ്റ് ഈസ് സ്പെസിഫിക് ഫോർ വിച്ച് അമിനോ ആസിഡ്? ഏത് അമിനോ ആസിഡിനാണ് ഈ മില്ലോൺസ് ടെസ്റ്റ് വേണ്ടി വരുന്നത്? ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഫിനൈൽ അലാനിൻ, ഹിസ്റ്റഡിൻ.
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടൈറോസിനാണ്. മില്ലോൺസ് റിയേജന്റ് റിയാക്ട് വിത്ത് ഫിനോളിക് OH ഗ്രൂപ്പ് ഓഫ് ടൈറോസിൻ റെസിഡ്യൂ ഇൻ പ്രോട്ടീൻ. അത് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു റെഡ് കളേർഡ് കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ടൈറോസിൻ. മനസ്സിലായോ? അപ്പോൾ മില്ലോൺസ് ടെസ്റ്റ് സ്പെസിഫിക് ഫോർ ടൈറോസിൻ ആയതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ടൈറോസിനാണ്. ക്ലിയർ? Which test is specific for tryptophan in protein? Options: Biuret test, Hopkins-Cole glyoxylic acid test, Sandow-Protic test, Pauli test. അപ്പോൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? Which test is specific for tryptophan in protein? ട്രിപ്റ്റോഫാനിന് സ്പെസിഫിക് ആയിട്ടുള്ളത് ഹോപ്കിൻസ്-കോൾ ഗ്ലയോക്സിലിക് ആസിഡ് ടെസ്റ്റ് ആണ്. ഈ ഹോപ്കിൻസ്-കോൾ ഗ്ലയോക്സിലിക് ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഡിറ്റക്ട്സ് ദ tryptophan in protein. Tryptophan react with glyoxylic acid in the presence of concentrated sulfuric acid. അല്ലേ? ഈ ട്രിപ്റ്റോഫാനും ഗ്ലയോക്സിലിക് ആസിഡ് നമ്മൾ റിയാക്ട് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അവിടെ ഒരു വയലറ്റ് റിംഗ് ആണ് ആ ഇൻഡോഫേസിൽ ഫോം ചെയ്യുന്നത്. ആരൊക്കെ റിയാക്ട് ചെയ്യുന്നത്? ട്രിപ്റ്റോഫാനും ഗ്ലയോക്സിലിക് ആസിഡും ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അവിടെ വയലറ്റ് റിംഗിൻ്റെ ഫോർമേഷൻ നടക്കും. ദെൻ ബയോറെറ്റ് ടെസ്റ്റ്. ബയോറെറ്റ് ടെസ്റ്റ് ഡിറ്റക്ട്സ് പെപ്റ്റൈഡ് ബോൺസ് ഇൻ പ്രോട്ടീൻ ഇൻ ജനറൽ, നോട്ട് സ്പെസിഫിക് ടു എനി അമിനോ ആസിഡ്. ബയോറെറ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് പെപ്റ്റൈഡ് ബോണ്ടാണല്ലോ അമിനോ ആസിഡിലുള്ളത്. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ഡിറ്റക്ഷന് വേണ്ടിയാണ് ഈ ബയോറെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അത് മൊത്തം എല്ലാ അമിനോ ആസിഡിൻ്റെ കേസിലും നമുക്ക് പറയാം, നോട്ട് സ്പെസിഫിക് ടു എനി പെർട്ടിക്കുലർ അമിനോ ആസിഡ്. ഓക്കെ. സാൻഡോ-പ്രോട്ടിക് ടെസ്റ്റ് ഡിറ്റക്ട്സ് ദ ആരോമാറ്റിക് അമിനോ ആസിഡ് ലൈക്ക് ടൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ via nitration yellow color, but it's not specific to tryptophan എന്നാണ്. അപ്പോൾ സാൻഡോ-പ്രോട്ടിക് ടെസ്റ്റ് ഏതിനാണ് വരുന്നത്? ടൈറോസിനും ട്രിപ്റ്റോഫാനും രണ്ടിനും കൂടിയിട്ടാണ്, അല്ലാതെ ട്രിപ്റ്റോഫാനും മാത്രമായിട്ടുള്ളതല്ല. പോളി ടെസ്റ്റിൻ്റെ പ്രത്യേകത സ്പെസിഫിക് ഫോർ ടൈറോസിൻ ആൻഡ് ഹിസ്റ്റിഡിൻ ആണ്, അല്ലാതെ നോട്ട് ട്രിപ്റ്റോഫാൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ട്രിപ്റ്റോഫാനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? ഹോപ്കിൻസ്-കോൾ ഗ്ലയോക്സിലിക് ടെസ്റ്റ് ആണ് കേട്ടോ. കൈയോടെ പഠിച്ചേക്കുക. ഓക്കെ. സാൻഡോ-പ്രോട്ടിക് എന്ന് പറയുമ്പോൾ ടൈറോസിനും ട്രിപ്റ്റോഫാനും കൂടിയുള്ളതാണ്. പോളി ടെസ്റ്റ് ടൈറോസിനും ഹിസ്റ്റിഡിനും ഉള്ളതാണ്. ബയോറെറ്റ് എന്ന് പറഞ്ഞാൽ അമിനോ മൊത്തത്തിൽ പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയുള്ളതാണ്. ഹോപ്കിൻസ്-കോൾ മാത്രമാണ് സ്പെസിഫിക്കലി ഡിറ്റക്ട് tryptophan in protein. The Sakaguchi test is used to detect histidine, lysine, arginine, tyrosine. സക്കാഗുച്ചി ടെസ്റ്റ് അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക്കലി യൂസ് ടു ഡിറ്റക്ട് ആർജിനിനാണ്. ആർജിനിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ദിസ് ടെസ്റ്റ് റിയാക്ട് വിത്ത് ദ ഗ്വാനിഡിനോ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ആർജിനിൻ. റെഡ് കളർ കോംപ്ലക്സ് ഈസ് ഫോംഡ് വെൻ ആൽഫാ നാഫ്തോളും സോഡിയം ഹൈപ്പോബ്രോമേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് when alpha naphthol and sodium hypochromate are added, അവിടെ എന്ത് ഫോം ചെയ്യും? റെഡ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അത് എന്തിൻ്റെ പ്രസൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആർജിനിൻ്റെ പ്രസൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹിസ്റ്റിഡിൻ ഡിറ്റക്റ്റഡ് ബൈ മില്ലോൺസ് ടെസ്റ്റ്, ഫിനോളിക് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ആണ് അവിടെ അറിയുന്നത്. ടൈറോസിനും മില്ലോൺസ് ടെസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ലൈസിൻ നോട്ട് ഡിറ്റക്റ്റഡ് ബൈ സക്കാഗുച്ചി ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കണ്ടോ ഇങ്ങനെയാണ്, ആർജിനിൻ മാത്രമാണ് അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. Protic reaction forms picric acid due to nitration of aliphatic amino acid, nitration of aromatic amino acid, oxidation of sulfhydryl groups, reaction with glyoxylic acid. അപ്പോൾ നമ്മൾ സാൻഡോ-പ്രോട്ടിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആരോമാറ്റിക് അമിനോ ആസിഡിൻ്റെ ഒരു ടെസ്റ്റാണ്. ടെസ്റ്റ് ഫോർ ആരോമാറ്റിക് അമിനോ ആസിഡ് ലൈക്ക് ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫിനൈൽ അലാനിൻ. റിങ്ങോട് കൂടി വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ, ആരോമാറ്റിക് ആണ്. ഇനി ഈ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീനുമായിട്ട് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ പ്രത്യേകത എന്താ? അതിൽ ആരോമാറ്റിക് റിംഗ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ നൈട്രേഷൻ ഒക്കേഴ്സ് ഓൺ ദ ബെൻസീൻ റിംഗ്. നൈട്രേഷൻ നടന്നിട്ട് ഒരു യെല്ലോ നൈട്രോ ഡെറിവേറ്റീവിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും.
അപ്പോൾ ആഡിങ് ആൽക്കലി, ഇനി നമ്മൾ അതിലോട്ട് ആൽക്കലി ആഡ് ചെയ്യുകയാണെങ്കിൽ യെല്ലോ കളർ ഡീപ്പൻസ് ടു ഓറഞ്ച്. ആദ്യം ഒരു യെല്ലോ നൈട്രോ ഡെറിവേറ്റീവ് ആണ് കിട്ടിയത്, അത് ഓറഞ്ച് ആയിട്ട് മാറും. അത് എന്തിൻ്റെ പ്രസൻസ് ആണ്? ആരോമാറ്റിക് അമിനാസിൻ്റെ പ്രസൻസിനെയാണ് കൺഫേം ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഒക്കർ ഡ്യൂ ടു ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡൽ ഗ്രൂപ്പ്സ് ഓർ റിയാക്ഷൻ വിത്ത് ഗ്ലയോക്സിഡിക് ആസിഡ് ഗ്രൂപ്പ്സ്. അത് നമ്മളിവിടെ രണ്ടെണ്ണം പറയുന്നുണ്ട്. ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡൽ ഗ്രൂപ്പ്സ് ആണ് ഓപ്ഷൻ സി. ഡി എന്ന് പറയുന്ന ഗ്ലയോക്സിലിക് ആസിഡാണ്. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഒക്കർ ഡ്യൂ ടു ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡൽ ഗ്രൂപ്പും അതുപോലെ തന്നെ റിയാക്ഷൻ വിത്ത് ഗ്ലയോക്സിലിക് ആസിഡ്, അവിടെ അതിനുള്ള സാധ്യതയില്ല. പിന്നെ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ എ. ഡു നോട്ട് അണ്ടർഗോ ദിസ് നൈട്രേഷൻ. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നൈട്രേഷൻ ഓഫ് ആരോമാറ്റിക് അമിനോ ആസിഡ് മാത്രമാണ്. സോ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആർ കീ ടു ദ സാൻഡോപ്രോട്ടിക് റിയാക്ഷൻ. അപ്പോൾ എന്താ പറഞ്ഞത്? സാൻഡോപ്രോട്ടിക് റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? റിങ് ഉള്ള പ്രോട്ടീന് ആരോമാറ്റിക് അമിനോ ആസിഡ്സ് അതിൻ്റെ പ്രസൻസിന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നൈട്രിക് ആസിഡും പ്രോട്ടീൻ, ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആരോമാറ്റിക് ആയിരിക്കണം. അവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രേഷൻ നടന്നിട്ട് യെല്ലോ നൈട്രോ ഡെറിവേറ്റീവ് ഉണ്ടാവും. അതിലോട്ട് ആൽക്കലീന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ഓറഞ്ച് കളറായിട്ട് മാറും. ആ ഓറഞ്ച് കളർ എന്തിനെയാണ് ഉറപ്പിക്കുന്നത്? അരോമാറ്റിക് അമിനോ ആസിഡിൻ്റെ പ്രസൻസിനെ കൺഫേം ചെയ്യും. ഇത് മറ്റുള്ള ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് സൾഫൈഡൽ ഗ്രൂപ്പ്സിലോ അല്ലെങ്കിൽ ഗ്ലയോക്സിലിക് ആസിഡിലോ ഒന്നും ഇത് ഉണ്ടാവില്ല. അതുപോലെ ആലിഫാറ്റിക് അമിനോ ആസിഡിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു നൈട്രേഷൻ തന്നെ ഉണ്ടാവില്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നൈട്രേഷൻ ഓഫ് ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. Ehrlich test is used to detect tyrosine, tryptophan, arginine, histidine. നമുക്ക് നോക്കാം Ehrlich ടെസ്റ്റ് അല്ലേ. ഇറ്റ് ഈസ് എ കെമിക്കൽ ടെസ്റ്റ് ഫോർ ഡിറ്റക്റ്റിംഗ് ഇൻറ്റോൾ ഓർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ദ ഇൻറ്റോൾ ഗ്രൂപ്പ്. ഒന്നെങ്കിൽ ഇൻറ്റോൾ അല്ലെങ്കിൽ ഇൻറ്റോൾ ഉള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ ഇവിടെ ഇൻഡോൾ ഗ്രൂപ്പ് ഉള്ളതെന്ന് പറയുമ്പോൾ ട്രിപ്റ്റോഫാൻ അതിൽ വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ട്രിപ്റ്റോഫാൻ ആണ്. എർലിച്ച് ടെസ്റ്റ് റിയേജൻ്റ് ഏതാണെന്നൊന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പാര ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. പാര ഡൈമീഥൈൽ അമിനോ ബെൻസാൾഡിഹൈഡിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നതാണ് എർലിച്ച് റിയേജൻറ്റ്. ഇത് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഇൻഡോൾ റിംഗ് ഓഫ് ട്രിപ്റ്റോഫാൻ. എന്നിട്ട് നമുക്ക് റെഡ് ഓർ പിങ്ക് കളർ ഫോം ചെയ്യും. ടൈറോസിൻ, അർജിനിൻ, ഹിസ്റ്റിഡിൻ ഡു നോട്ട് ഗീവ് ദ പോസിറ്റീവ് ടെസ്റ്റ്. ഇതിന് ബാക്കി ഉള്ള ഓപ്ഷൻസ് ഇതൊന്നും ഒരു പോസിറ്റീവ് ടെസ്റ്റ് കിട്ടില്ല. ആര് മാത്രമേ തരുള്ളൂ? നമ്മുടെ ട്രിപ്റ്റോഫാൻ മാത്രമാണ് തരുന്നത്. കാരണം എന്താ? അതിൽ ഇൻഡോൾ ഗ്രൂപ്പ് പ്രസൻ്റ് ആയതുകൊണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, നൈട്രോപ്രൊസൈഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് അമിനോ ആസിഡ്. ഓപ്ഷൻസ് നൈട്രോപ്രൊസൈഡ് ടെസ്റ്റ് ആണ് കേട്ടോ. മെത്തിയോണിൻ, സിസ്റ്റീൻ, സിസ്റ്റൈൻ, ദെൻ ഹോമോസിസ്റ്റീൻ. നോക്കാം. നൈട്രോപ്രൊസൈഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പ്സ്. SH ഗ്രൂപ്പ് വരണം. അപ്പോൾ മെത്തിയോണിനിലാണെങ്കിൽ സൾഫർ ഉണ്ട്, നമുക്കറിയാം സൾഫർ ഉണ്ട്. ബട്ട് ആസ് എ തയോ ഈതർ നോ ഫ്രീ SH, സോ ഇറ്റ് ഡസ് നോട്ട് റിയാക്ട്. മെത്തിയോണിൻ റിയാക്ട് ചെയ്യുന്നില്ല, ഫ്രീ SH ഗ്രൂപ്പ് ഇല്ല. സിസ്റ്റീൻ ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഫ്രീ SH ഗ്രൂപ്പ്, ഗീവ്സ് പോസിറ്റീവ് നൈട്രോപ്രൊസൈഡ് ടെസ്റ്റ്. ഓക്കെ, ഇത് തരും സിസ്റ്റീൻ. ഇനി ഇതിലെന്താ ചെറിയ സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. 2 സിസ്റ്റീൻ മോളിക്യൂൾസ് ലിങ്ക്ഡ് ബൈ എ ഡൈസൾഫൈഡ് ബോണ്ട്, SS ബോണ്ടുമായിട്ടാണ് അങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രീ SH ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, അതും തരുന്നില്ല. Homocysteine also has a free SH group, but nitroprusside is classically used to detect the cysteine root test. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിസ്റ്റീൻ ആണ്. അതിൽ മാത്രമേ ഫ്രീ SH ഗ്രൂപ്പ് ഉള്ളൂ. അതുകൊണ്ട് ഒരു പോസിറ്റീവ് നൈട്രോപ്രുസൈഡ് ടെസ്റ്റ് തരും. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നൈട്രോപ്രുസൈഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആയിട്ടുള്ള സിസ്റ്റീൻ ആണ് വരുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് കൊളാജൻ? കൊളാജൻ ഓപ്ഷൻ എന്തൊക്കെയാണ്? ഗ്ലൈസിൻ, പ്രോലിൻ, ഹൈഡ്രോക്സി പ്രോലിൻ, സെറിൻ. ഇത്രയും ആൾക്കാരാണ്. അപ്പോൾ കൊളാജൻ്റെ സിന്തസിസിൽ മെയിനായിട്ട് വരുന്നത് പ്രോലിനാണ്. കൊളാജൻ എന്ന് പറയുന്നത് റിച്ച് ഇൻ ഗ്ലൈസിൻ, പ്രോലിൻ, ഹൈഡ്രോക്സി പ്രോലിൻ ആണ്. ഗ്ലൈസിൻ ഈസ് അബണ്ടൻറ്റ് കൊളാജൻ ബട്ട് ഇറ്റ് ഈസ് നോൺ എസെൻഷ്യൽ ആണ്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ക്യാൻ സിന്തസൈസ് ഇറ്റ്. ഓക്കെ, അതാണ് നോൺ എസെൻഷ്യൽ. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണ്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഈസ് അബണ്ടൻറ്റ് ഇൻ കൊളാജൻ ബട്ട് ഇറ്റ് ഈസ് നോൺ എസെൻഷ്യൽ. ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? എസെൻഷ്യൽ ഫോർ സിന്തസിസ് ഓഫ് കൊളാജൻ എന്നാണ്. വിച്ച് അമിനോ ആസിഡ് ഈസ് എസെൻഷ്യൽ ഫോർ സിന്തസിസ് ഓഫ് കൊളാജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലൈസിൻ അല്ല.
Then proline is an essential amino acid for collagen synthesis because it is incorporated into collagen and later hydroxylate to hydroxyproline by the enzyme proline hydroxylate. അപ്പോൾ ഇത് ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്, കൊളാജൻ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു കൊളാജൻ ആൻഡ് ലേറ്റർ ഹൈഡ്രോക്സിലേറ്റഡ് ടു ഹൈഡ്രോക്സിപ്രോലിൻ in the presence of an enzyme. ഏതാണ് എൻസൈം? പ്രൊലൈൽ ഹൈഡ്രോക്സിലേസ്. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഹൈഡ്രോക്സിപ്രോലിൻ ഇറ്റ്സെൽഫ് നോട്ട് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഡയറ്റ്. ഹൈഡ്രോക്സിപ്രോലിനും ഡയറ്റിൽ നിന്ന് കിട്ടുന്നതല്ല. ഇറ്റ് ഈസ് മോസ്റ്റ് ഫോംഡ് പോസ്റ്റ് ട്രാൻസ്ലേഷനലി ഫ്രം പ്രോലിൻ വഴി തന്നെ നമുക്ക് കിട്ടണം. സെറിൻ ഈസ് നോട്ട് ഡയറക്ട്ലി റിക്വയർഡ് ഫോർ കൊളാജൻ സിന്തസിസ്. ദെൻ സോ ദ ഡയറ്ററി എസെൻഷ്യൽ അമിനോ ആസിഡ് റിക്വയർഡ് ടു കൊളാജൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രോലിൻ ആണ്. അപ്പോൾ ഗ്ലൈസിൻ അല്ല, ഹൈഡ്രോക്സിപ്രോലിൻ അല്ല, സെറിനും അല്ല, പിന്നെ ആര് മാത്രമാണ്? കൊളാജൻ മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. Which of the following is a property of globular protein? Insoluble in water, serve as structural components, have a compact spherical shape, rich in hydrophobic amino acid. ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ട് ഗ്ലോബുലാർ പ്രോട്ടീൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് കോമ്പാക്റ്റ് ആണ്, സ്പെറിക്കൽ ഷേപ്പാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. Globular protein are spherical shape and generally soluble in water due to the hydrophilic amino acid on their surface. They usually function as enzyme, transport protein or hormones rather than structural components. അപ്പോൾ globular protein spherical shape ആണ്, അതുപോലെ തന്നെ soluble ആണ്, വാട്ടറിൽ soluble ആണ്. കാരണം അതിൽ എന്താ ഉള്ളത്? ഹൈഡ്രോഫിലിക് അമിനോ ആസിഡ്സ് ആണ് അതിൻ്റെ സർഫസിലുള്ളത്. ഇറ്റ് യൂഷ്വലി ഫങ്ഷൻ ആസ് എൻസൈംസ് ആയിട്ട്, അതേപോലെ ട്രാൻസ്പോർട്ട് പ്രോട്ടീന്, ഹോർമോൺസ്, അങ്ങനെയുള്ള കേസൊക്കെ ഇതിൽ വരുന്നതാണ്. അതിൻ്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. ഏത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ് അല്ലേ. ദിസ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫൈബ്രസ് പ്രോട്ടീൻ ആണ്, ഗ്ലോബുലാർ പ്രോട്ടീൻ അല്ല. സെർവ് എ സ്ട്രക്ചറൽ കമ്പോണൻസ്, അതും ഫൈബ്രസ് പ്രോട്ടീൻ വരുന്നതാണ്. ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് കൊളാജനും കെരാറ്റിനും ഒക്കെ. പിന്നെ റിച്ച് ഇൻ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്, ഗ്ലോബുലാർ പ്രോട്ടീനിൽ നമ്മൾ പറഞ്ഞ ഇതിലെന്താ ഉള്ളത്? ഹൈഡ്രോഫിലിക് അമിനോ ആസിഡ്സ് ആണ് അതിൻ്റെ സർഫസിലുള്ളത്. അപ്പോൾ ഇവിടെ റിച്ച് ഇൻ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഹാവ് ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ് മോസ്റ്റ് ബറീഡ് ഇൻസൈഡ് ബട്ട് ദെയർ സർഫസ് ഈസ് റിച്ച് ഇൻ ഹൈഡ്രോഫിലിക് റെസിഡ്യൂസ് അലോവിങ് സോലുബിലിറ്റി. അതിൻ്റെ ഫലമായിട്ട് അത് സോലുബിൾ ആണ്, ഇൻസോലുബിൾ അല്ല. മനസ്സിലായോ? അപ്പോൾ ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്, റഫ്ലി സ്പെറിക്കൽ ആണ്, ഫങ്ഷണൽ റോൾസ് വാട്ടർ സോലുബിൾ, എല്ലാ അർത്ഥത്തിലും കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കെമിസ്ട്രിയോ ഫോറൻസിക്കോ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ മാറി മാറി പോകാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. താങ്ക് യു.